ഐസോമെട്രിക് ഡ്രോയിങ് ഓഫ് എ ഹോളോ ഹെക്സഗണൽ പ്രിസം ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഐസോമെട്രിക് ഡ്രോയിങ് ഓഫ് എ സോളിഡ് ഹാവിങ് എ ഹോൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രോബ്ലം കൺസിഡർ ചെയ്യാം. ഡ്രോ ദ ഐസോമെട്രിക് വ്യൂ ഓഫ് എ ഹോളോ ഹെക്സഗണൽ പ്രിസം, എഡ്ജ് ഓഫ് ബേസ് 25 mm, height 60 mm, having a circular hole of diameter 25 mm. The hole is drilled along the axis of the hexagonal prism. ഇവിടെ ഒരു ഹെക്സഗണൽ പ്രിസത്തിന്റെ ആക്സിസിലൂടെ ഒരു സർക്കുലർ ഹോൾ ഡ്രിൽ ചെയ്തിരിക്കുകയാണ്. ഈ സർക്കുലർ ഹോൾ ഉള്ള ഹോളോ ഹെക്സഗണൽ പ്രിസത്തിന്റെ ഐസോമെട്രിക് വ്യൂ ആണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ്, ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ വരയ്ക്കുക. ടോപ്പ് വ്യൂവില് ഹെക്സഗൺ വിത്ത് സർക്കിൾ, ഫ്രണ്ട് വ്യൂ റെക്റ്റാങ്കിൾ. ഈ സർക്കിളിന്റെ സൈസ് 25 ആയതുകൊണ്ട് ഫ്രണ്ട് വ്യൂവിൽ ഈ ഡാഷ് ലൈൻസ് കാണില്ല. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഈ ഹെക്സഗന്റെ ഐസോമെട്രിക് വ്യൂ വരയ്ക്കുക. അതിനുശേഷം സിലിണ്ടറിന്റെ ഐസോമെട്രിക് വ്യൂ വരയ്ക്കുക. ഐസോമെട്രിക് വ്യൂ ഓഫ് ഹെക്സഗണൽ പ്രിസം വീഡിയോ നമ്പർ 3 ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണുക. ഹെക്സഗണൽ പ്രിസത്തിന്റെ ഐസോമെട്രിക് വ്യൂ വരയ്ക്കുന്നതിനുള്ള മെയിൻ സ്റ്റെപ്സ് നോക്കാം. ഫസ്റ്റ്, ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ. ടോപ്പ് വ്യൂവിൽ ഹെക്സഗൺ കിട്ടി. എൻക്ലോസ് ദിസ് ഹെക്സഗൺ ഇൻ ടു എ റെക്റ്റാങ്കിൾ 1 2 3 4 1. ഈ റെക്റ്റാങ്കിളിന്റെ ഐസോമെട്രിക് വ്യൂ വരയ്ക്കുക. 1 2 2 3 3 4 ആൻഡ് 4 1. ഹൊറിസോണ്ടൽ ലൈൻസ് ആയതുകൊണ്ട് ഈ 4 ലൈൻസും 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ആകും. ഈ പ്ലെയിൻ ക്രിയേറ്റ് ചെയ്യുക. നെക്സ്റ്റ്, ഈ ഹെക്സഗണിലെ പോയിന്റ്സിനൊക്കെ പ്ലെയിനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ഐസോമെട്രിക് വ്യൂ ആയതുകൊണ്ട് ട്രൂ ലെങ്ത് തന്നെ മെഷർ ചെയ്യുക. ടോപ്പ് ഫേസ് കിട്ടാൻ വേണ്ടി ഒന്നുകിൽ ഈ ബോക്സ് 60 mm ഹൈറ്റിൽ ലെങ്ത് എടുത്ത് കംപ്ലീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഓരോ പോയിന്റ്സിൽ നിന്നും 60 mm വെർട്ടിക്കൽ ലൈൻസ് വരച്ച് ടോപ്പ് ബേസ് കംപ്ലീറ്റ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്താണ്. അത് നിങ്ങളിവിടെ കണ്ടു കഴിഞ്ഞു. ഇനി ഹെക്സഗണൽ പ്രിസം ഹാവിംഗ് സർക്കുലർ ഹോൾ അത് ഡിസ്കസ് ചെയ്യാം. അപ്പൊ അതിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ വരയ്ക്കണം. കോൺസെൻട്രിക് ആണ് ഈ സർക്കിളും ഹെക്സഗണും. കാരണം പ്രോബ്ലത്തിൽ ദ ഹോൾ ഈസ് ഡ്രിൽഡ് അലോങ് ദ ആക്സിസ് ഓഫ് ദ ഹെക്സഗണൽ പ്രിസം എന്നാണ് തന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഹെക്സഗണിന്റെ സെന്ററും സർക്കിളിന്റെ സെന്ററും സെയിം ആയിരിക്കും. 25 mm ഡയമീറ്ററിൽ സർക്കിൾ വരയ്ക്കുക. ഈ ലെങ്ത് 25 ആണ്. അതുകൊണ്ട് റേഡിയസ് ഈക്വൽ ടു 25/2 12.5 ഇത് തന്നെയായിരിക്കും. ഫ്രണ്ട് വ്യൂവിൽ ഈ ഹോളിന്റെ എൻഡ് ജനറേറ്റേഴ്സ് ഇൻവിസിബിൾ ലൈനായിട്ട് ഡാഷ് ലൈനായിട്ട് മാർക്ക് ചെയ്യണം. ബട്ട് ലെങ്ത് 25 ആയതുകൊണ്ട് ഈ വിസിബിൾ ലൈനും ഡാഷ് ലൈനും വരുന്നതുകൊണ്ട് നമുക്ക് ഇവിടെ ഫ്രണ്ട് വ്യൂവിൽ അത് മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഡയമീറ്റർ ലെസ് ദാൻ 25 ഗ്രേറ്റർ ദാൻ 25 ആണെങ്കിൽ ജനറേറ്റർ ഡാഷ് ലൈൻ യൂസ് ചെയ്ത് വരയ്ക്കേണ്ടി വരുമായിരുന്നു. ഇതൊരു സിലിണ്ടർ തന്നെയാണ്. സിലിണ്ടറിക്കൽ ഹോളാണ് ഡ്രിൽ ചെയ്തിരിക്കുന്നത്. ആക്ച്വലി ഇവിടെ പ്രിസത്തിൽ നിന്നും ഒരു സിലിണ്ടർ സബ്സ്ട്രാക്ട് ചെയ്യാണ് ചെയ്തിരിക്കുന്നത്. സിലിണ്ടറിന്റെ ഐസോമെട്രിക് വ്യൂ ലാസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് മനസ്സിലായതാണ്. സിലിണ്ടറിന്റെ ഐസോമെട്രിക് വ്യൂ ടോപ്പ് ബേസിൽ ഒരു എലിപ്സ്, ബോട്ടം ബേസിൽ ഒരു എലിപ്സ്, അത് രണ്ടും കണക്ട് ചെയ്ത് എൻഡ് ജനറേറ്റർ ആണ് വരയ്ക്കേണ്ടത്. ആ സിലിണ്ടറിനെ ഇവിടത്തേക്ക് കൊണ്ടുവരണം. അതിന് എൻക്ലോസ് ദി സർക്കിൾ ഇൻ ടു എ സ്ക്വയർ. ഈ സ്ക്വയറിന് 5 6 7 8 നെയിം ചെയ്തു. ഈ സ്ക്വയറിന്റെ റോംബസ് ഇവിടെ വരയ്ക്കണം. അതെങ്ങനെ ചെയ്യുമെന്നാണ് ഈ പ്രോബ്ലത്തിൽ മനസ്സിലാക്കേണ്ടത്. ടോപ്പ് ഫേസിലോ ബോട്ടം ഫേസിലോ എവിടെ വെച്ച് വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ടോപ്പ് ഫേസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. ഈ റോംബസിനെ ഇതിലേക്ക് കൊണ്ടുവരണം. ദാറ്റ് മീൻസ് 5 6 7 8 പോയിന്റ്സ് ഇവിടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്താൽ മതി. നമുക്ക് പല രീതിയിൽ ചെയ്യാം. ഡയഗണൽസ് വരച്ചിട്ട് ഡയഗണൽ വരച്ചിട്ട് ചെയ്യാം. അതിനേക്കാളൊക്കെ എളുപ്പം നമുക്ക് അറിയാവുന്ന കാര്യമാണ്. 0.5 കിട്ടണമെങ്കിൽ മെത്തേഡ് ഓഫ് പോയിന്റ്സ് അപ്ലൈ ചെയ്താൽ മതി, ഓർ ഓഫ്സെറ്റ് മെത്തേഡ് അപ്ലൈ ചെയ്താൽ മതി. അതായത് 5ലൂടെ 1/4 പാരലായിട്ട് ഒരു ലൈൻ വരയ്ക്കുക. അതേപോലെ 5ലൂടെ 1/2 പാരലായിട്ട് ലൈൻ വരയ്ക്കുക. ഈ ലൈൻസിനെ ഇവിടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്താൽ മതി.
അല്ലെങ്കിൽ ഈ പോയിന്റ് ഞാൻ പി കൊടുക്കുകയാണെങ്കിൽ ഈ P5 ലൈൻ ഇവിടെ കൊണ്ടുവന്നാൽ മതി. ഓക്കെ, അതിന് ഇത് ഐസോമെട്രിക് വ്യൂ ആയതുകൊണ്ട് 1P ഡിസ്റ്റൻസ് ഇവിടെ 1-2ലേക്ക് മാർക്ക് ചെയ്യുക. ഐസോമെട്രിക് പ്രൊജക്ഷൻ ആണെങ്കിൽ കൺവേർട്ട് ചെയ്യണം. ഈ P5 പാരലൽ ടു 1-4 ആണ്. അപ്പോൾ 1-4ന് പാരലായിട്ട് ഈ പിയിലൂടെ ലൈൻ വരയ്ക്കുക. അതിലേക്ക് 1-5 ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യുക. ഇതായിരിക്കും 5. ഈ ഡിസ്റ്റൻസും സെയിം ആണ്. അതേപോലെ ഈ ഡിസ്റ്റൻസും ഇവിടെ കാണുന്ന ഈ ഡിസ്റ്റൻസും സെയിം ആണ്. 5-6 ലൈൻ 1-2ന് പാരലാണ്. 1-2ന് പാരലായിട്ട് 5ലൂടെ തിൻ ലൈൻ വരയ്ക്കുക. ഈ സെയിം ഡിസ്റ്റൻസ് തന്നെയായിരിക്കും ഈ 8ലേക്കുള്ള ഡിസ്റ്റൻസ്. ഇവിടെ 8 കിട്ടും. ഈ ലൈനിന് പാരലായിരിക്കും 8-7. ഈ സെയിം ഡിസ്റ്റൻസ് ആണ് ഇവിടെ കിട്ടുക. അത് തന്നെയായിരിക്കും ഇവിടെയും കിട്ടുക. റോംബസ് കംപ്ലീറ്റ് ആയി. ഈ റോംബസിനുള്ളിൽ 4 സെന്റർ മെത്തേഡ് യൂസ് ചെയ്ത് എലിപ്സ് വരയ്ക്കുക. മിഡ് പോയിന്റ് കാണുക. ഓപ്പോസിറ്റ് കോർണറിലേക്ക് ലൈൻ വരയ്ക്കുക. ഫസ്റ്റ് ആർക്ക് വരയ്ക്കുക. ടോപ്പ് ഫേസ് ആയതുകൊണ്ട് ആർക്ക് വിസിബിൾ ആയിരിക്കും. ബോട്ടം എലിപ്സ് കംപ്ലീറ്റ് ആയിട്ടും ഇൻവിസിബിൾ ആയിരിക്കും. ഡാഷ്ഡ് കർവ് യൂസ് വരയ്ക്കണം. ഇവിടെ എലിപ്സ് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഈ സെയിം റോംബസ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുക. 4 സെന്റർ മെത്തേഡ് യൂസ് ചെയ്യുക. അല്ലെങ്കിൽ 60 mm പെർപെൻഡിക്കുലർ ലൈൻസ് താഴോട്ടേക്ക് വരച്ച് സെന്റേഴ്സ് ലൊക്കേറ്റ് ചെയ്തിട്ട് ഈ ആർക്ക് ലെങ്ത് യൂസ് ചെയ്ത് ആർക്ക് വരച്ച് കംപ്ലീറ്റ് ചെയ്യാം. ഇതാണ് ഫസ്റ്റ് സെന്റർ C1. ഇതിന് ഹൈറ്റ് 60 ആയതുകൊണ്ട് ഐസോമെട്രിക് വ്യൂ ആയതുകൊണ്ട് 60 mm തിൻ ലൈൻ വരയ്ക്കുക. ഇതായിരിക്കും C1. C2 ഇതാണ് C3. 60 mm ആക്സിസ് ലൈനിൽ ഇവിടെ C3 കിട്ടും. ഇവിടെ C4 കിട്ടും. ആർക്ക് ഇവിടുന്ന് മെഷർ ചെയ്യാം. ഡാഷ് കർവ് യൂസ് ചെയ്ത് വരയ്ക്കുക. ഈ റേഡിയസിൽ C4ൽ നിന്ന് വരയ്ക്കുക. C3യിൽ നിന്ന് എൻഡ് ജനറേറ്റേഴ്സിനെ ഡാഷ് ലൈൻ യൂസ് ചെയ്ത് വരയ്ക്കുക. കാരണം ഈ സിലിണ്ടർ ഇൻസൈഡ് ദ പ്രിസം ആണ്. സർക്കിളിന്റെ ഡയമെൻഷൻ ചെയ്യുക. ഇതാണ് ഐസോമെട്രിക് വ്യൂ ഓഫ് എ ഹെക്സഗണൽ പ്രിസം ഹാവിംഗ് എ സർക്കുലർ ത്രൂ ഹോൾ.